നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ഏറ്റവും വലുതെന്നും ബാക്കിയുള്ളവരൊക്കെ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെയാണ് അവരൊക്കെ ജീവിച്ചു പോയെന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരം. പക്ഷെ അങ്ങനെയല്ല. പലർക്കും പലരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ സൂറാൻ മുട്ടിയിട്ട് റെയിൽവേ കയറ്റി കുടുങ്ങിക്കിടക്കുന്നവന്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന കല്ല കാര്യങ്ങളെ നിങ്ങളെയൊക്കെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. പക്ഷേ റെയിൽവേ ഗേറ്റിൽ ഈ ഷൂറാൻ മുട്ടിയിട്ട് കുടുങ്ങി കിടക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂ? അതിനൊക്കെ മനസ്സിലാവില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും അത്ര വലുതൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ എൻ്റെ ജീവിതത്തിൽ മൊത്തം പ്രശ്നങ്ങൾ വരണേ, വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് എനിക്കുള്ളത്, ഞാൻ എങ്ങനെ ജീവിക്കും, എന്തിനാണ് എന്നെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കണത് എന്നൊക്കെ വിചാരിച്ച് വെറുതെ നിങ്ങൾ ടെൻഷനിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ വളരെ ചെറുതാണ്. ഞാൻ ഇത്രയും പ്രശ്നമുണ്ടായിട്ട് ഞാൻ പിടിച്ചിരിക്കല്ലേ? ഈ ഗേറ്റ് തുറക്കാതെ എനിക്ക് പോകാൻ പറ്റുമോ? എന്നിട്ട് ഞാൻ അവിടെ പിടിച്ചിരിക്കല്ലേ? അതൊക്കെ ഞാൻ പറയണത്. ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനെ നല്ല രീതിയിൽ നേരിടണം. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർ ഇപ്പോഴവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നമ്മുടെ പ്രശ്നങ്ങളൊന്നും അത്രക്കുള്ള ഇല്ല എന്നൊക്കെ നമ്മൾ മനസ്സിൽ കരുതി തന്നെ സമാധാനിക്കണം. ഒരു വിധത്തിൽ അത് തന്നെയാണ് സത്യവും.